നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള വഴക്ക് തർക്കങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വാക്കു തർക്കങ്ങൾ കേട്ടിട്ടുണ്ട്, വഴക്കുകൾ കേട്ടിട്ടുണ്ട്, പിണക്കം കേട്ടിട്ടുണ്ട്. അമ്മായിയമ്മയെ മരുമകൾ ഉപദ്രവിക്കുന്നത് കേട്ടിട്ടുണ്ട്, മരുമകൾ അമ്മായിയമ്മയെ ഉപദ്രവിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു മരുമകന് ഒരു വാശി കയറി അല്ലെങ്കിൽ വൈരാഗ്യം കയറിയാൽ അമ്മായിയമ്മയെ എന്തൊക്കെ ചെയ്യും? അമ്മായിയമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി നൽകി അതുവഴി കൊല്ലും. ഇതാണ് ഇപ്പോഴിതാ സംഭവിച്ചിരിക്കുന്നത്. തന്നെ നിരന്തരം അവഗണിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തതിലുള്ള വൈരാഗ്യം തീർക്കാൻ അമ്മായിയമ്മയെ ചിക്കൻ കറിയിൽ എലിവിഷം കലർത്തി കൊലപ്പെടുത്തി മരുമകൻ പിടിയിൽ. ഇന്തോനേഷ്യയിലെ സെൻട്രൽ ജാവയിലാണ് മനസാക്ഷി ഞെട്ടിച്ച കൊടും ക്രൂരത അരങ്ങേറിയത്. സംഭവവുമായി ബന്ധപ്പെട്ട 40-കാരനായ പുർവാടി വാഹ്യൂദി എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വിഷബാധയേറ്റ് 57-കാരിയായ അമിനയാണ് കൊല്ലപ്പെട്ടത്. വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് പ്രതി ഈ കൊലപാതകം നടപ്പിലാക്കിയിട്ടുള്ളത്. ഇന്തോനേഷ്യയിലെ കോഴി ഇറച്ചി വിഭാഗമായ സത്തേ വാങ്ങി അതിൽ എലിവിഷം മുക്കിയ ശേഷം ഒരു ഓൺലൈൻ കൊറിയർ സർവീസ് വഴിയാണ് പ്രതി ഇത് അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് അയച്ചത്. നോക്കണേ ആ ബുദ്ധി. പോലീസും ബന്ധുക്കൾക്കും തന്നെക്കുറിച്ച് യാതൊരു സംശയവും തോന്നാതിരിക്കാൻ ഇയാൾ കൊറിയർ ബുക്ക് ചെയ്തത് തന്റെ ഭാര്യയുടെ അനിയത്തിയുടെ പേരും ഫോട്ടോയും ഉപയോഗിച്ചായിരുന്നു. ഭക്ഷണം ഏൽപ്പിക്കാൻ കൊറിയർ ഡ്രൈവറെ നേരിട്ട് കണ്ടപ്പോൾ ഒരു പുരുഷനാണ് സാധനം നൽകുന്നത് എന്ന് കണ്ട് ഡ്രൈവർക്ക് ചെറിയ സംശയം തോന്നിയിരുന്നു. എന്നാൽ താൻ അമിനയുടെ മകനാണ് എന്ന് പറഞ്ഞ് പ്രതി ഡ്രൈവറെ വിശ്വസിപ്പിക്കുകയായിരുന്നു. കൂടാതെ ഈ ഭക്ഷണം വീട്ടിലെത്തിക്കുമ്പോൾ മൂത്ത സഹോദരി എന്ന് അർത്ഥം വരുന്ന ഈ ജാവനീസ് വാക്കായ എംബാക്കെ ആണ് ഇത് കൊടുത്തുവിട്ടത് എന്ന് അമിനയോട് പറയാൻ ഡ്രൈവർക്ക് പ്രതി നിർദ്ദേശവും നൽകിയിരുന്നു. മരുമകൻ അതീവ സ്നേഹത്തോടുകൂടി കൊറിയർ വഴി അയച്ചു കൊടുത്ത ചിക്കൻ കറിയാണ് ഒടുവിൽ ഒരമ്മയുടെ ജീവനെടുത്തത്. തന്നെ നിരന്തരം അവഗണിക്കുന്നു എന്ന വൈരാഗ്യത്തിലാണ് 40-കാരനായ ഈ പുർവാടി വാഹ്യൂദി തന്റെ അമ്മായിയമ്മയായ അമിനയെ ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയത്. കോഴി ഇറച്ചി കൊണ്ടുള്ള സദേ എന്ന വിഭവത്തിൽ മാരകമായ എലിവിഷം കലർത്തിയാണ് പ്രതി കൊറിയർ വഴി ഭർത്തൃമാതാവിന്റെ വീട്ടിലേക്ക് അയച്ചത്. തനിക്ക് യാതൊരു സംശയവും വരാതിരിക്കാൻ ഭാര്യയുടെ അനിയത്തിയുടെ പേരും വിലാസവുമാണ് പ്രതി ഇതിനായി ഉപയോഗിച്ചത്. ഈ ഭക്ഷണം കഴിച്ച പാടെ അമിന ആകെ തളരുകയും ശരീരം വിറയ്ക്കുന്ന രീതിയിൽ കടുത്ത ഛർദി അനുഭവപ്പെടുകയും ഒക്കെ ചെയ്തു. ആരോഗ്യനില തീർത്തും വഷളായതോടെ ഇവർ മരണത്തിന് കീഴടങ്ങി. അജ്ഞാത ഉറവിടത്തിൽ നിന്ന് വന്ന കൊറിയർ ഭക്ഷണം കഴിച്ചതിനാൽ അമ്മ മരിച്ചതെന്ന മകളുടെ ശക്തമായ സംശയമാണ് കേസിൽ വഴിത്തിരിവായത്. ഇതിനൊപ്പം അമിനയുടെ വളർത്തു കോഴികളും ചത്ത നിലയിൽ കണ്ടെത്തിയതോടുകൂടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മെയ് മാസം സംസ്കരിച്ച മൃതദേഹം പുറത്തെടുത്ത് നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ ആന്തരിക അവയവങ്ങളിൽ എലിവിഷത്തിന്റെ സാധ്യതയും കണ്ടെത്തി. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് മരുമകന്റെ ക്രൂരത വെളിച്ചത്തായത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭക്ഷണം കഴിച്ച് കടുത്ത ഛർദിയതിനെ തുടർന്ന് അമിന മരണപ്പെട്ടതിന് പിന്നാലെ തന്റെ ഭാര്യയുടെ സഹോദരിയെ കേസിൽ കുരുക്കാനും പ്രതി ശ്രമം നടത്തി. അമിനയുടെ ഇളയ മകളുടെ പരാതിയിലാണ് പോലീസ് മരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചത്. എവിടെ നിന്നാണ് ഇത് വന്നത് എന്ന് അറിയാനും അതറിയാത്ത ചിക്കൻ വിഭവം കൊറിയർ ലഭിച്ചപ്പോൾ അത് കഴിക്കരുത് എന്ന് അമ്മയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും മകൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിനിടെ അമിനയുടെ വീട്ടിലെ കോഴികളെയും ചത്ത നിലയിൽ കണ്ടതായി അയൽവാസി മൊഴി നൽകിയതോടുകൂടിയാണ് സംശയം ശക്തമായത്. തുടർന്ന് കഴിഞ്ഞ മെയ് മാസം സംസ്കരിച്ച മൃതദേഹം പുറത്തെടുത്ത് വിദഗ്ധ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. ആന്തരിക അവയവങ്ങളുടെ പരിശോധനയിലാണ് എലിവിഷത്തിന്റെ സാധ്യത കണ്ടെത്തിയത്. കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നതും ഇങ്ങനെ തന്നെയാണ്. വധശ്രമത്തിനും ആസൂത്രിത കൊലപാതകത്തിനുമാണ് പ്രതിക്കെതിരെ നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ പ്രതി വധശിക്ഷയോ ജീവപര്യന്ത തടവോ അല്ലെങ്കിൽ 20 വർഷം വരെയുള്ള കഠിന തടവോ ലഭിക്കുമെന്ന് ജാവ പോലീസ് ചീഫ് വ്യക്തം.